reflection. Meet me in the moonlight. അതിന്റെ നടുക്ക് വന്നിട്ട് ആടുന്നത്. ഇന്നലല്ല ഹർത്താലാന്നേ ഭാരത് ബന്ധല്ലേ ശ്രുതി ഇന്നലെ എനിക്ക് ഇന്നലെ വൈകുന്നേരം എന്റെ ശ്രുതി അറിഞ്ഞേട്ടാ അറിഞ്ഞവാറുണ്ട് എന്നെ വിളിക്കുന്നു ബൈജോട്ടാ നാളെ ഹർത്താലല്ലേ ഞാനതെ എന്നാ ശ്രുതി ചിക്കൻ വാങ്ങ പോയിട്ട് ചിക്കൻ തീർന്നോ കാരണം ചിക്കൻ സ്ഥലം നല്ല തിരക്കരുതെന്നല്ല കാരണം ഹർത്താലായത് പറഞ്ഞിട്ട് ആൾക്കാരെല്ലാം ചറപറാതെ പറ്റി വാങ്ങുന്നുണ്ട് അപ്പൊ ശ്രുതി വിളിച്ചോടെ എനക്കും തോന്നി വേഗം പോയിട്ട് വാങ്ങാണ് അപ്പൊ ഞാനും വേഗം പോയി 2 ചിക്കനും വാങ്ങി എന്നിട്ടോ എല്ലാം റെഡിയാക്കി ഫ്രിഡ്ജിൽ വെച്ചേ അപ്പോൾ ഇന്നലെ രാത്രി ഞാൻ ചെയ്ത് നാളെ ഹർത്താലല്ലേ അപ്പോൾ ഇന്ന് നല്ല തിന്നിട്ട് അങ്ങ് കിടന്ന് ഉറങ്ങിക്കളാം എന്നിട്ട് ഞാനിത് രാത്രി പോയി കുഴിമന്തി വാങ്ങി എനിക്ക് കുഴിമന്തി ഭയങ്കര ഇഷ്ടമാണേ ശ്രുതിക്കോ ശ്രുതിക്ക് വലിയ ഇഷ്ടമല്ല പക്ഷെ ഇപ്പൊ ഏതാണ്ട് ഇഷ്ടമായി വരുന്നുണ്ട് അച്ഛനോ ഇഷ്ടല്ല ഇവരെല്ലാം കഴിക്കും അതിന്റെ ചിക്കൻ കഴിക്കുന്ന ആളാണ് കേട്ടല്ലേ ചിക്കൻ റൈസ് അത് ഇഷ്ടമല്ല എന്നാലും കഴിക്കുക അപ്പൊ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഞാൻ എന്ത് ചെയ്ത് ഏതായാലും ഹർത്താലല്ലേ നല്ല കുഴിമന്തി തിന്നിട്ട് കിടന്നുറങ്ങിക്കളന്നിട്ട് ഞാൻ നല്ല രാത്രി കുഴിമന്തി അടിച്ചൊക്കെ തിന്നേ എന്റെ കിടന്നുറങ്ങാൻ പോകുമ്പോൾ ബിറ്റ് ഞാൻ ശ്രുതിയോട് പറഞ്ഞേ ഇവള് മക്കള് പെമ്മക്കള് മുകളിൽ അടുക്കുക ഞാനും ദേവട്ടും താഴെ അടുക്കുക അപ്പോ ശ്രുതി ഞാൻ പറഞ്ഞു ശ്രുതി ഇന്നൊരു കാര്യം ചെടി അപ്പോൾ ഇവർ ഉറങ്ങിയില്ലേ മക്കളെ ഉറങ്ങി ഞാൻ പറയണേ ഇന്ന് എൻ്റെ പെമ്മക്കളെ എടുക്കുക ഞാൻ കിടന്നുറങ്ങുക നീ തായാലും മോട്ടപ്പുറം കിടന്നതല്ലേ എന്നിട്ട് ഞാനെന്ത് ചെയ്ത് ഇന്നലെ രാത്രി ശ്രുതി താഴെ കിടന്ന് ഞാനിട്ട് മക്കളെ നടുക്ക് ഞാനും കിടന്നേ പിന്നെ ഞാൻ രാവിലെ എണീക്കുമ്പോഴത്തേക്ക് ഒരാളെ കാണുന്നില്ല ജാനുവിനെ കാണുന്നില്ല അച്ഛൻ മാത്രം ഇല്ലാടാ അതുകൊണ്ട് ജാനുവിന്റെ മമ്മീന്റെ ഒപ്പം പോയി കിടന്നിട്ട് അത് പറ്റി മമ്മി രാത്രിയാ അതെയാണോ ഞാൻ പോവും പപ്പ കൂർക്കം വിളിച്ചിട്ടൊന്നുമില്ല അച്ഛോ പപ്പ കൂർക്കം വിളിച്ചു നമ്മളെ എന്റെ മോളൊന്നും അറിഞ്ഞിട്ടില്ല രാവിലെ അറിഞ്ഞപാട് വന്നിട്ട് എന്റെ അടുത്ത് എന്തൊരു ദേഷ്യം മമ്മി എന്തിനാ താഴെ പോയി കിടന്നിനി മമ്മീനെ കെട്ടിപ്പിടിച്ചാലേ എനിക്ക് ഉറക്ക് വരുള്ളൂ മമ്മി പോയിട്ട് നല്ല വന്നിട്ട് നാളെ ഞാൻ ഉറങ്ങൂല ഞാൻ ഉറങ്ങാണ്ടിരിക്കും മമ്മി പോകുന്നുണ്ടോ നോക്കിട്ട് മമ്മി വേറെ കിടക്കുക പപ്പ വിഭിച്ച് കിടക്കുക വെച്ചിട്ടാ എന്നിട്ട് പപ്പന്റെ ഒപ്പം നല്ല സുഖമായിട്ട് കിടന്നുറങ്ങിയില്ല അച്ചു അതിപ്പോ തായിട്ടില്ല സ്വപ്നം കണ്ടു സ്വപ്നത്തിൽ ഓരോന്ന് അല്ല കയ്യെല്ലാം ഇട്ടിട്ടുണ്ടാവും കാലും കയ്യെല്ലാം അതിന്റെ പേത്ത് അത് ഞാനുണ്ടല്ല എനക്ക് കൈവെക്കാൻ സ്ഥലത്ത് ഞാൻ കുറച്ച് എനക്ക് കിടക്കുമ്പോഴല്ല ആരെ തൊടാൻ പറ്റൂല അപ്പൊ ഞാൻ നല്ല വിശാലമായിട്ട് കാലാകുമ്പോ ഇവർ രണ്ടാളേ ഉള്ളൂ അപ്പൊ വിശാലമായി കിടന്നുറങ്ങാം അതിന്റെ നടുക്ക് വന്നിട്ട് ആടുന്നത് എന്റെ മക്കളെയും ഡിസ്റ്റർബ് ചെയ്ത് അന്നെയും ഡിസ്റ്റർബ് ചെയ്ത് താഴെ കിടന്നിട്ട് അത് കിടക്കാൻ പറ്റില്ല അവിടെ ഉറക്കാൻ വരൂല പക്ഷെ എനിക്ക് ഇവിടുന്ന് എന്റെ വീട്ടിൽ പോയാൽ എനിക്ക് അവിടെ ഉറങ്ങാൻ കഴിയില്ല മാറി കിടന്നോണ്ട് അതുപോലെ ഇത് താഴെ കിടന്നിട്ട് എനക്കണ്ട ഉറക്കരുത് അപ്പൊ ഇന്നലെ രാത്രിയത്തെ കഥയായിരുന്നു ഹർത്താൽ ആഘോഷം പ്രമാണിച്ച് കുഴിമന്തി തിന്നിട്ട് അവസാനം ക്ഷീണിതനായി ഞാനിപ്പോ എണീക്കുന്ന കേട്ടാ 9 മണിക്കാ ഞാൻ എണീച്ചേ നല്ല സുഖം കേട്ടാ ഉറങ്ങി അങ്ങ് തീർത്ത് അപ്പോഴത്തേക്ക് ഇന്ന് ഞാൻ പറഞ്ഞു ഇന്ന് ചിക്കൻ ആക്കണം പിന്നെ മക്കളെ കൂട്ടി നമ്മളൊരു കുളമുണ്ട് നീന്താൻ പഠിപ്പിക്കാൻ പോകണം പിന്നെ സൈക്കിൾ ഓടിക്കാൻ പഠിപ്പിക്കാൻ പോകണം അങ്ങനെ ഒരുപാട് പ്ലാൻ ഉണ്ടായിരുന്നു പക്ഷെ അതിൻ്റെ ഇടയിൽ ഒരു സങ്കടം നമ്മളെ ദേവുകുട്ടന് നല്ല പനീൻ്റെ കാരണം അവൻ്റെ പല്ല് റൂട്ട് കനാൽ ചെയ്യുന്നുണ്ട് പല്ല് കേടായിട്ട് തീരെയില്ല അപ്പോൾ റൂട്ട് കനാൽ ചെയ്യാൻ വേണ്ടിയിട്ട് അതിൻ്റെ ഉള്ളിൽ അല്ലേ പല്ലിൻ്റെ ഉള്ളെല്ലാം ക്ലീൻ ആക്കിയിട്ട് അതിനെപ്പറ്റി അറിയുന്നവരുണ്ട് ഒന്ന് പറഞ്ഞിരുന്നേ അതായത് ഈ പല്ലിൻ്റെ ഉള്ളിൽ ഞാൻ ഇന്നലെ എല്ലാം ശ്രദ്ധിച്ച് ഈ പല്ലിൻ്റെ 2 വേരുണ്ടല്ലോ അതിൻ്റെ ഉള്ളിലേക്ക് എന്തോ ഒരു മരുന്ന് കയറ്റി പോയി അത് ഉള്ളിൽ ക്ലീൻ ചെയ്ത് അതിൻ്റെ ഉള്ളിൽ മരുന്ന് കയറ്റി അപ്പോൾ ഡോക്ടറെന്ന് വെച്ചാൽ അത് ഭയങ്കര ഹീറ്റാവും അപ്പോൾ എന്തായാലും പനിക്കും അപ്പോൾ ഇതിൻ്റെ ഉള്ള ഇത് ബ്ലഡിൻ്റെ ഇതെല്ലാം നശിക്കാൻ വേണ്ടിയിട്ട് ഞരമ്പൊക്കെ നശിക്കാൻ വേണ്ടി വെക്കുന്ന എന്തോ ഒരു മെഡിസിൻ അത് വൈറ്റ് അപ്പോൾ അതെല്ലാം ഇതിനുള്ളിൽ കുത്തി കയറ്റി എന്നിട്ട് മൊത്തം സീൽ ചെയ്തിട്ടാണ് ഇന്നലെ വന്നത് അപ്പോൾ ഡോക്ടർ എന്തായാലും പനിക്കും ഉറപ്പായിട്ടും പിന്നെ അത്യാവശ്യം വേദന ഉണ്ട് അപ്പോൾ വേദനേൻ്റെ മരുന്നും കൊടുത്തിന് പനീൻ്റെ മരുന്നും കൊടുത്തിന് 3 വിധം മരുന്നുണ്ടായിരുന്നു അപ്പോൾ അതും കുടിച്ചിട്ടാണ് ഇപ്പോൾ കിടക്കുന്നത് അപ്പോൾ നല്ല ക്ഷീണമുണ്ടല്ലോ അവൻ എണീക്കാമെന്ന് കഴിഞ്ഞില്ല അപ്പോൾ ഈ റൂട്ട് കനാൽ ചെയ്താൽ ഇങ്ങനെയെല്ലാം ഉണ്ടാവും എന്നുള്ളത് എനിക്ക് വല്ല കൊടുത്തില്ല അല്ലേ ശ്രുതി നമ്മൾ ഇതുവരെ ഇങ്ങനെ ചെയ്തില്ലെന്നല്ലേ പക്ഷേ ഉണ്ടായിട്ടില്ല പക്ഷെ ഇത് പനി എന്നെല്ലാം പറഞ്ഞിട്ട് അങ്ങനെ മോനെ ക്ഷീണായതുകൊണ്ട് തൽക്കാലം നീന്തപ്പോക്കും പരിപാടിയും അല്ലെ ചിക്കൻ ബിരിയാണി എല്ലാം മമ്മിയാക്കാന്ന് വെച്ചാൽ മൊത്തം ക്യാൻസൽ ആക്കിയ ഇഷ്ടം അതുകൊണ്ട് പിന്നെ ഏതായാലും അവന്റെ പനിയെല്ലാം മാറിയിട്ട് ആക്കാന്ന് വിചാരിക്കുന്നു അല്ലേ സതി അതിൻ്റെ അടുക്ക് അച്ചൂട്ടൻ പറഞ്ഞാലേ പോവാ പപ്പേ നമുക്ക് പിന്നെ നീന്തം പഠിക്കാൻ പോവാ സ്വിമ്മിംഗ് പൂളിൽ പോവാ ഏട്ടയുടെ കടന്നോട്ട് ഇങ്ങനെയല്ല പറയാൻ പാടച്ചു
വെറും സ്വന്തം കാര്യം ചിന്താവാത്. അന്നേരം ജാനു പറഞ്ഞേട്ടാ അത് പപ്പ പറഞ്ഞ് ശരിയാണെന്ന് പറഞ്ഞു. അല്ലേ ജാനു? ശരിയല്ലേ? അങ്ങനെ പോകാൻ പാട്ടോ നമ്മൾ ഓട്ടർ കൂട്ടാണ്ട് അല്ലേ? അച്ഛനും എനിക്കും നമുക്ക് പോവാം. ഫോളോ ചെയ്ത് വരാനാ പനിക്കുന്ന കുട്ടിയാ. പനിച്ചിട്ട് അവിടെ കിടക്ക് നിന്നെ ഉറക്കിട്ട് നമ്മള് പോവാ പനിച്ചിട്ടാകുമ്പോ. നമ്മളെ ഹർത്താൽ ഏതായാലും ഏട്ടന് പനിച്ചത് കൊണ്ട് പ്ലാനൊക്കെ പാളിയിട്ടുണ്ട്. ചീറ്റിയ സ്ഥിതിക്ക് അച്ചു നമുക്കിനിയിപ്പോ വീട്ടിൽ നിന്ന് എന്താ പരിപാടി ആക്കുക ഒന്ന് പറഞ്ഞാട്ടെ. അടിച്ചുപൊളിയാ അല്ല പിന്നെ എങ്ങനെയാലും ഇതന്നെ. ഇന്നലെ ദേവൂട്ടോട് പറഞ്ഞ ഹർത്താല മറ്റു പറഞ്ഞ് പപ്പേ ഹർത്താലാ അതങ്ങനെ നമ്മൾ ആഘോഷിക്കേണ്ടത്. എന്തോ ആഘോഷമായിട്ട് ഇവർക്ക് ലീവ് കൊടുത്തതാണ്. ഹർത്താൽ അത് നമ്മളങ്ങനെ ആഘോഷിക്കേണ്ടത്. കാരണം ഹർത്താല് കൊറേ കേൾക്കാത്തല്ലേ. അറിയില്ല ഹർത്താൽ എന്ന് പറഞ്ഞാൽ എന്താണെന്ന്. അച്ഛനറിയാം ഹർത്താൽ എന്ന് പറഞ്ഞത്? ഇല്ല, ഇവരെല്ലാരും രാവിലെ ചോദിച്ചു എന്താന്ന്. അതാത് നമ്മളെ മക്കൾക്ക് സത്യം പറഞ്ഞ ഇതിനെ പറ്റി വലിയ ധാരണയില്ലേ, കുട്ടികളല്ലേ. ഞാൻ പടക്കെല്ലാം പൊട്ടി നമുക്ക് ആഘോഷിക്കണം. സാധാരണ നമ്മള് ഹർത്താലേക്ക് തന്നെ മുമ്പ് ലോക്ക്ഡൌൺ സമയത്തല്ല നമ്മൾ ആഘോഷം ഗംഭീരായിരുന്നു കേട്ടോ. അന്ന് ചാനലുണ്ടെങ്കിൽ പൊളിയായിരുന്നു. കാരണം എന്താ പറയുക, ആ സമയത്ത് തന്നെ ചിക്കൻ വാങ്ങി ഇത് ഫ്രിഡ്ജിൽ വെക്കുക, എന്നിട്ടോ മറ്റേ ഗ്രില്ലെല്ലാം ആക്കാൻ വേണ്ടിയിട്ട് മറ്റേ വർക്ക്ഷോപ്പ് പോയിട്ട് ഈ കനലിടാൻ വേണ്ടിയിട്ട് ഈ കൽക്കരിയിലിടാൻ വേണ്ടിയിട്ടുള്ള സംഗതി എല്ലാം സെറ്റപ്പ് ആക്കി വെച്ചിട്ട് എന്നിട്ടോ രാത്രി മോളിന്ന് പാട്ടും വെച്ചിട്ടല്ലത്. ആ വീഡിയോസ് എല്ലാം ഉണ്ടല്ലോ എടുത്തിട്ട് പാട്ടും വെച്ചിട്ട് ഇതിങ്ങനെ മറിക്കുക തിന്ന ഡെയിലി ഇതന്നെ പരിപാടി. മഴ സമയം ഉണ്ടായിരുന്നു. അത് ശരിക്കും ആഘോഷ സമയത്തല്ലേ? ഡോക്ടർ സമയം നമ്മള് ശരിക്കും ആഘോഷ സമയം. പകലാങ്കിലും മിറ്റന്ന് മക്കളപ്പുറം കളി, ബലൂണേറ്, അത് ഇത് ഒന്നും പറയണ്ട. കടി ഉണ്ടാക്കല് ഇതന്നെ ഒന്നുമില്ല. സ്വാഹ. അതിനുശേഷം കിട്ടിയാണ് ഇന്നത്തെ ഹർത്താല്. പക്ഷെങ്കിൽ ഇന്നത്തെ ഹർത്താല് തൽക്കാലം സ്വാഹ. അല്ലു ഇന്ന് എങ്ങനെയാ നമ്മൾ അടിച്ചുപൊളി ആക്കുക അത് പറഞ്ഞോട്ടെ. DJ പാർട്ടിയൊക്കെ പിന്നെന്തല്ല എപ്പോഴും നമ്മളുടെ ബർത്ത്ഡേ ഒക്കെ ആഘോഷിക്കല്ലേ, അതുപോലെ ഉണ്ടല്ല കേക്ക് മുറിച്ചിട്ട് ആഘോഷിക്കും. സൂത്രല്ലോട്ട് നമ്മളെ ഐഡിയാസ് എല്ലാം ഉണ്ടല്ലേ. നമുക്ക് ഇടുന്ന അടിച്ചുപൊളി ആഘോഷിക്കാന്നല്ലേ അച്ചു. ഏതായാലും ഇന്നത്തെ പരിപാടി നമ്മളൊന്ന് പ്ലാൻ ചെയ്യട്ടല്ലേ മമ്മി? ഇന്നൊരു കാര്യം ചെയ്യാം, ഇന്നത്തെ കുക്കിംഗ് പരിപാടിയെല്ലാം ക്യാൻസൽ ആയിട്ടുണ്ട്. തൽക്കാലം മോളെ സൈക്കിൾ ഓടിക്കാൻ പഠിപ്പിക്കല് ഇന്ന് നടക്കല്ലേ. എന്ത് സൈക്കിള്? എന്നെ സൈക്കിൾ ഓടിക്കാൻ പഠിച്ചില്ല. ജാനോട് സൈക്കിൾ ഓടിക്കാൻ പഠിക്കാൻ ഇഷ്ടാ? അച്ഛനാ ഇഷ്ടാന്നാ? ശരി എന്നാ പിന്നെ അപ്പൊ അതിൽ ഇന്ന് സൈക്ലോഡിക്കൽ പരിപാടിയാണ് നമ്മളെ ഹർത്താൽ ആഘോഷമായിട്ട് നമ്മൾ നടത്താൻ തീരുമാനിച്ചിട്ടുള്ളത് അല്ലേ ജാമ്പോ? അപ്പൊ ഏതായാലും അങ്ങനെ ആവട്ടെ പരിപാടി. ഏതായാലും നമ്മൾ വീഡിയോ കാണുന്നവരൊക്കെ ഈ ഹർത്താൽ ആഘോഷിക്കണ്ടാവെന്ന് വിചാരിക്കുന്നു അല്ലെ. എല്ലാവരും ഒരു ചിക്കനോ മീൻകറിയിൽ നിന്ന് വാങ്ങി വെച്ചിട്ടുണ്ടാവുന്ന വിചാരിക്കുന്നു. കാരണം ഇന്നലെ ചിക്കൻ സ്റ്റാൾ പോയപ്പോ എന്തൊരു തിരക്കെന്ന് അറിയുക. തിരക്ക് ഞാനവിടെ പറഞ്ഞു വെച്ചിട്ട് വരുന്നത്. അതാണ് വിളിച്ചത്. മീൻ നമ്മള് സ്ഥിരം കഴിക്കുന്നില്ല, അതുകൊണ്ട് ഒരു ചിക്കൻ ആയിക്കോട്ടെ വെച്ചിട്ടല്ലേ. എന്റെ ബ്രെഡ് മുട്ടിയാക്കണ്ടേ? അല്ല മോളെ ബ്രെഡ് മുട്ടിയാന്ന്. അപ്പം പഴംപൊരി മറന്നാ? പഴംപൊരിനാ മറന്നോ? പഴംപൊരി സീസൺ കഴിഞ്ഞേട്ടാ, ഇനി ബ്രെഡ് മുട്ട സീസണാണ്. എന്ത് കൊറേ ആക്കാൻ നമുക്ക്. പപ്പ പഴം വാങ്ങി വെച്ചിട്ടുണ്ട് അല്ലേ? പഴം പൊരിച്ചതാക്കാൻ ഇഷ്ടം. ഒക്കെ പഴം പൊരിയാണ് ഇഷ്ടം കേട്ടാ. ശരി ശരി, ഇന്ന് നമുക്ക് അടിച്ചുപൊളിയേക്കാം പോരാ. ശരി എന്നാ പിന്നെ ലാസ്റ്റ് ഇതാ അച്ഛൻ്റെ ഒരു നല്ല പാട്ടോടുകൂടി നമ്മളെ വീഡിയോ അവസാനിപ്പിക്കാം അല്ലേ. അച്ഛൻ ഒരു പാട്ട് പാടിയേട്ടാ നല്ല ഇഷ്ടമുള്ള പാട്ട് പാടുന്നോട്. I set the hour, telling of bluebird, Matilda baby, I'm sorry loving you. Now that the time my person was so young, but we had the same day. Don't you know it's much more fun to love?
Make me at the car hut or at the hut shop. Make me in the moonlight or in the daylight. Pretty with the baby. I'm so in love with you. അമ്പടാ ആദ്യമായിട്ട് ഇവരെ ഇംഗ്ലീഷ് പാട്ടിൽ ഒരു രസമുള്ള പാട്ട് ഞാൻ കേട്ടിട്ട ഇല്ലെങ്കിൽ ഒന്നും തിരിയാത്ത പാട്ടാണ് ഇവർ പാടുക. മലയാളം പാട്ട് പാടാൻ പറഞ്ഞേ. ഇവള് പണ്ട് മറ്റേത് നീല നിലവേ ആ പാട്ട് പാടുവേ. ഞാൻ പറഞ്ഞ മോളത് പാടിക്കും. അതെല്ലാം ബോറാന്ന് പൊട്ട്. എന്നിട്ട് ഇതാ മോള് പാടിയ പാട്ടാ ഇത് കേട്ട്. എന്തായാലും നമ്മളെ മോളെ പാട്ടിനെ പറ്റി ഒരു അഭിപ്രായം പറയണേ ലച്ചോട്ടാ. അപ്പോൾ നമ്മൾ വീഡിയോ കാണുന്നവരൊക്കെ ഈ ഹർത്താൽ ദിവസം ഏതെങ്കിലും രീതിയിലുള്ള ആഘോഷത്തിൽ ഫാമിലീൻ്റെ പരം മക്കളെപ്പുറം അടിച്ചു പൊളിക്കുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. നമ്മളേതായാലും വീട്ടിൽ തന്നെ ഇതാ മക്കളെപ്പുറം തന്നെ ഇന്നുള്ള അപ്പം ചെറിയ ചെറിയ പരിപാടികളാക്കിയിട്ട് നമ്മളും അടിച്ചു പൊളിക്കുന്നു അല്ലേ ശ്രുതി? അപ്പോൾ ഏതായാലും നമ്മളെ ഹർത്താൽ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കാലോ അമ്മേ. ശരി എന്നാൽ പിന്നെ എല്ലാവർക്കും ഓക്കെ ബൈ.